ഹായ്, വെൽക്കം ബാക്ക് ടു ഐഷാസ് ഫ്ലവേഴ്സ് ചാനൽ. ഐഷാസ് ഫ്ലവേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ബെല്ലൈക്കൺ ഒന്ന് അമർത്തൂ. പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു കോട്ടയം മീൻ കറിയാണ്. ചട്ടി കഴുകി വൃത്തിയാക്കി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് ഉലുവ ഇട്ടു. അത് നല്ലോണം പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇടണം കേട്ടോ. ചതച്ചിടരുത്, ഇങ്ങനെയാണ് ഇടേണ്ടത് കേട്ടോ. ഇത് കോട്ടയം ഭാഗത്തെ കല്യാണ വീട്ടിലുണ്ടാക്കുന്ന മീൻ കറിയാണ്. എൻ്റെ മക്കളെ അടാറ് ടേസ്റ്റാണ്. ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ ചോറിലൊരു മീനും 2 മീനും ഇച്ചിരി കറിയെടുത്ത് ആ ചോറിലിട്ട് ഇങ്ങനെ കുഴച്ച് കഴിക്കുമ്പോണ്ടല്ലോ സ്വർഗ്ഗലോകം കാണും. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഞാൻ എരിവുള്ള മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ ഇട്ട് ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്താണ് കേട്ടോ എടുക്കുന്നത്. പിന്നീട് കാശ്മീരി ചില്ലി ഞാൻ 2.5 കേട്ടോ. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും 1.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കേട്ടോ. നല്ലോണം ഇളക്കി കൊടുക്കണം. ഇതിനകത്ത് ചുവന്ന ഉള്ളി ഇടാൻ പാടില്ല, തക്കാളി ഇടാൻ പാടില്ല കേട്ടോ. അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ മീൻകറി പുളിച്ചു പോകും കേട്ടോ. വെച്ചുകഴിഞ്ഞാൽ ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് 4-5 അപ്പോൾ എനിക്കിങ്ങനെ പിരിയമുളകിൻ്റെ ഒരു കളറ് കിട്ടാച്ചപ്പോൾ ഇച്ചിരി പിരിയമുളക് ഇട്ടതാണ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടാ. ഒരു ടീസ്പൂൺ ഇട്ടതാണ്. ഇതൊരു 5-6 ദിവസത്തിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെക്കട്ടോ. ഒന്നും ആകില്ല. ഫ്രിഡ്ജിലേക്ക് വെക്കരുത്. നമ്മൾ ചട്ടിയിൽ ഉണ്ടാക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. കുടംപുളി ചുടുവെള്ളത്തിനകത്ത് ഞാൻ കുതിർത്തി വെച്ചിരുന്നു. ഇനി നമ്മൾക്ക് നല്ലോണം മണം പോയിട്ട് കുടംപുളി എടുത്ത് ഒഴിക്കുക കേട്ടോ. എന്നിട്ട് കുടംപുളി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ മീനിൽ ഇങ്ങനെ പറ്റി പിടിച്ച് വരണം കേട്ടോ. നല്ലോണം തിളച്ച് വരണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് മക്കളെ ഈ മീൻ കറി. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കി. ഏത് മീൻ കഷ്ണങ്ങളും കൊണ്ടുണ്ടാക്കാം കേട്ടോ. നല്ല രസമുണ്ട്. അപ്പം മത്തിക്ക് എന്ന് പറഞ്ഞാൽ നല്ല നെയ്ച്ചാളയാണ് ഇപ്പോൾ കിട്ടുന്നത്. അപ്പം നെയ്മത്തി ആയതുകൊണ്ട് ഇത് ഉണ്ടാക്കി വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരിക്കും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞാൻ അപ്പോഴത്തേക്ക് ഉപ്പിട്ടിരുന്നു, കരിവേപ്പില ഇട്ടിട്ടില്ല. അത് നമുക്ക് ലാസ്റ്റ് ഇട്ടാൽ മതി. എന്നിട്ട് മത്തി പെറുക്കി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ മത്തി മെല്ലെ ഇളക്കി കൊടുത്ത് തട്ടിപ്പൊത്തി ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ ചെറിയ ഫ്ലെയിമിലേക്ക് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ആ ചെറിയ ഫ്ലെയിമിൽ കിടന്നത് ഇങ്ങനെ വെന്തിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ചോറെടുത്ത് മക്കളെ 2 കഷ്ണം മത്തിയിട്ട് ഒന്ന് കുഴച്ച് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സ്വർഗ്ഗലോകം ഉണ്ടല്ലോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ മത്തി നമുക്ക് എത്ര കഴിച്ചാലും കുഴപ്പമില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ബൈ, താങ്ക് യു.